വെൽക്കം ഓൾ. എൻ്റെ പേര് അരുൺ ഫ്രം S3 ഇലക്ട്രോണിക്സ്. ഞാനിന്ന് സീനോട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് അറേസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. നമ്മുടെ ടോപ്പിക്സ് രണ്ട് രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഞാനിവിടെ. ഫസ്റ്റ് നമ്മൾ കോൺസെപ്റ്റ് ഓഫ് അറേസും ഡിസ്കസ് ചെയ്യും, അതുപോലെ തന്നെ അറേസിൽ നടത്താൻ പറ്റുന്ന ഓപ്പറേഷൻസിനെ പറ്റിയും ഡിസ്കസ് ചെയ്യും. പിന്നീട് നമ്മൾ അറേസിൻ്റെ ഓപ്പറേഷൻസിനെ ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോഗ്രാം ഡിസ്കസ് ചെയ്യും. രണ്ടാമത് നമ്മൾ ഫങ്ഷൻസും അതുപോലെ തന്നെ റിക്കേഴ്സീവ് ഫങ്ഷൻസും എന്താണെന്ന് ഡിസ്കസ് ചെയ്യും. പിന്നീട് റിക്കേഴ്സീവ് ഫങ്ഷൻസിനെ ഇല്ലസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു പ്രോഗ്രാമും ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് അറേസ് ഇൻ സി. എന്താണ് ഒരു അറേ? അറേ എന്ന് വെച്ചാൽ ഒരു ടൈപ്പ് ഓഫ് ഡാറ്റ സ്ട്രക്ചറാണ്. ഈ ഡാറ്റ സ്ട്രക്ചറിനകത്ത് നമുക്ക് കളക്ഷൻ ഓഫ് ഡാറ്റ എലമെൻറ്റ്സ്, അതായത് പലതരം ഡാറ്റ എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഡാറ്റ എലമെൻറ്റ്സ് ഒക്കെ ഒരു സെയിം ഡാറ്റ ടൈപ്പ് ആയിരിക്കണം. ഇപ്പോൾ ഇൻറ്റിജർ ആണെങ്കിൽ എല്ലാ ഡാറ്റ ടൈപ്സും എല്ലാ ഡാറ്റ എലമെൻറ്റ്സും ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ആയിരിക്കണം. അതുപോലെ തന്നെ ഈ എല്ലാ ഡാറ്റ എലമെൻറ്റ്സും മെമ്മറിയിൽ, അതായത് നമ്മൾ റാമിൽ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഇപ്പം നമ്മൾ ഇൻറ്റിജർ ആണെങ്കിൽ ഒരു മെമ്മറി ഡാറ്റ എലമെൻറ്റിന് 4 bytes ഓഫ് സ്പേസ് വേണ്ടി വരും ഒരു 32 bit കമ്പൈലറിൽ. അപ്പം നമുക്ക് ഫസ്റ്റത്തെ ഡാറ്റ എലമെൻറ്റ് ലെറ്റ്സ് ഒരു 1000 എന്ന് പറയുന്ന മെമ്മറി അഡ്രസ്സിലാണ് സേവ് ചെയ്തെങ്കിൽ അടുത്തത് 1004 അടുത്തത് 1008. അങ്ങനെ കണ്ടിന്യൂസ് മെമ്മറി അലോക്കേഷൻ ആയിരിക്കും അറേയിൽ വരുന്നത്. അതായത് എലമെൻറ്റ്സ് ആർ സ്റ്റോർഡ് ഇൻ എ കോമൺ പാറ്റേൺ സ്റ്റാർട്ടിങ് ഫ്രം ദി ബേസ് അഡ്രസ്, ദാറ്റ് ഈസ് ദി അഡ്രസ് ഓഫ് ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദി അറേ. നമ്മൾ ഡിസ്കസ് ചെയ്ത മെമ്മറി അലോക്കേഷനെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ നമ്മളൊരു എക്സാമ്പിളായിട്ടൊരു അറേ എടുക്കുകയാണ്. അതിൽ 6 എലമെൻറ്റ്സ് ഉണ്ട്: 15, 7, 11, 44, 93 and 20. ഇവിടെ 15 എന്ന് പറയുന്ന എലമെൻ്റാണ് ഫസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ ആ എലമെൻറ്റിനെ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സ് ഇവിടെ ലെറ്റ്സ് 1100 ആണെങ്കിൽ അതായിരിക്കും ഈ അറേയുടെ ബേസ് അഡ്രസ്സ്. ഈ ബേസ് അഡ്രസ്സ് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. ബാക്കിയുള്ള എലമെൻറ്റ്സിൻ്റെ അഡ്രസ്സൊക്കെ നമുക്ക് ഈ ബേസ് അഡ്രസ്സ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. ഇവിടെ നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇവിടെ നമ്മളൊരു ഇൻറ്റിജർ ഡാറ്റ ടൈപ്പാണ് എല്ലാ എലമെൻറ്റ്സിൻ്റെയും. അപ്പോൾ ഓരോ എലമെൻറ്റിനും 4 bytes ഓഫ് മെമ്മറി ആണ്. ഇപ്പോൾ ഫസ്റ്റത്തത് 1100 രണ്ടാമത്തത് 1104, പിന്നെ 108, അങ്ങനെ പോകും. ഇതിനകത്ത് വിഡ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ ടൈപ്പ് ഏതാണോ അതിൻ്റെ സൈസാണ് വിഡ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ എൽ ബി എന്ന് വെച്ചാൽ ലോവർ ബൗണ്ട്, അതായത് നമ്മൾ ബേസ് അഡ്രസ് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സിനാണ് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഇൻഡെക്സിനാണ് നമ്മൾ ലോവർ ബൗണ്ട് എന്ന് പറയുക. ഇവിടെ നമ്മൾ ഇൻഡെക്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് എന്ന് വെച്ചാൽ 0 ആയിരിക്കും. ഇപ്പോൾ നമ്മൾ അറേയുടെ പേര് ARR എന്ന് എടുക്കുകയാണെങ്കിൽ ARR ഓഫ് 0 എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് എലമെൻറ്റിനെയാണ് ARR ഓഫ് 0 സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ARR ഓഫ് 3 ആണെങ്കിൽ 4th എലമെൻറ്റ്. ഇപ്പോൾ ഇതിലെ ലാസ്റ്റ് എലമെൻറ്റ് എന്ന് വെച്ചാൽ 20 ആണ്. അപ്പോൾ നമ്മൾ ARR ഓഫ് 6 എന്ന് കൊടുക്കുന്നത് ARR ഓഫ് 5, അതായിരിക്കും ലാസ്റ്റ് എലമെൻറ്റ്, ദാറ്റ് ഈസ് ദ 6th എലമെൻറ്റ്. Now different operations on array. The basic operations on array are: first operation, traversal, that is to visit all elements of an array at least once. ട്രാവേഴ്സൽ എന്ന് വെച്ചാൽ എല്ലാ എലമെൻറ്റ്സിനും ഒന്ന് വിസിറ്റ് ചെയ്യുക. അതൊരു ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ടായിരിക്കും അധികം ചെയ്ത് നമ്മൾ എല്ലാ എലമെൻറ്റ്സിനും വിസിറ്റ് ചെയ്യും. രണ്ടാമത്തത് ഇൻസേർഷൻ, നമ്മുടെ യൂസറെ കയ്യിൽ നിന്ന് ഒരു ഇൻഡെക്സ് നമ്പർ വാങ്ങിയിട്ട് ആ ഇൻഡെക്സിൽ നമ്മളൊരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുക. മൂന്നാമത് ഡെലീഷൻ. ഇൻസേർഷൻ പോലെ തന്നെയാണ് ഇതിൻ്റെയും വരുന്നത്. അവിടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ യൂസറെ കയ്യിൽ നിന്ന് ഇൻഡെക്സ് നമ്പർ അല്ലെങ്കിൽ ആ ഒരു വാല്യൂ ചോദിക്കും. എന്നിട്ട് ആ ഇൻഡെക്സ് നമ്പർ അല്ലെങ്കിൽ ആ വാല്യൂ സൂചിപ്പിക്കുന്ന ഡാറ്റ എലമെൻറ്റിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക. പിന്നെ സെർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഈ എലമെൻറ്റ് നമ്മുടെ അറേയിലുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് യൂസറിനോട് പറയും ഈ എലമെൻ്റ് ഉണ്ട്, അതിലെന്തെങ്കിലും വേറെ ഓപ്പറേഷൻസ് ചെയ്യണോ എന്ന് യൂസറിനോട് ചോദിക്കും. അഞ്ചാമത്തത് അപ്ഡേറ്റ്. ഇപ്പോൾ നമ്മുടെ ഒരു എക്സിസ്റ്റിംഗ് ആയ ഒരു ഡാറ്റ എലമെൻറ്റിനെ അപ്ഡേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ അതിന് ഡിലീറ്റ് ചെയ്യണോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യണോ എന്ന് ചോദിക്കുകയും ചെയ്യും യൂസറിനോട്. അപ്പോൾ നമുക്ക് ഈ ബേസിക് ഓപ്പറേഷൻസ് ഡെപിക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അറേ ഓപ്പറേഷൻസിനെ ഡെപിക്റ്റ് ചെയ്യാനുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു അറേ ഡിക്ലെയർ ചെയ്യാം. ഇൻറ്റ് ARR ഓഫ് ഒരു 50 എന്ന് കൊടുക്കാം. പിന്നെ നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഒരു I എന്ന് പറഞ്ഞ വേരിയബിൾ വേണം. പിന്നെ നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്നാണ് എത്ര എലമെൻറ്റ്സ് എൻ്റർ ചെയ്യണമെന്ന് വാങ്ങുന്നത്. അപ്പോൾ N എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുക്കാം. ഇനി അടുത്തത് നമ്മൾ യൂസറിനോട്
എത്ര ഡാറ്റ എലമെൻറ്റ്സ് ഉണ്ട് എന്ന് ചോദിക്കണം. അപ്പോൾ എൻ്റർ ദി നമ്പർ ഓഫ് എലമെൻറ്റ്സ് അടുത്ത് നമ്മളത് എൻ്റർ ചെയ്ത നമ്പർ റിസീവ് ചെയ്യണം. അപ്പോൾ സ്കാൻഎഫ് ഇൻറ്റിജർ വാല്യൂ ആയതുകൊണ്ട് %d, %n. അപ്പോൾ നമുക്ക് യൂസർ പ്രൊവൈഡ് ചെയ്ത നമ്പർ ഓഫ് എലമെൻറ്റ്സ് കിട്ടി. ഇനി നമുക്ക് അറേയിലേക്ക് എലമെൻറ്റ്സിനെ എൻ്റർ ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഫോർ ലൂപ്പ് ഉപയോഗിക്കാം. for I = 0. ഫസ്റ്റ് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന 0-യിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഐന് ഇനീഷ്യൽ വാല്യൂ 0 കൊടുക്കുന്നത്. ഇനി അടുത്തത് I <n കൊടുക്കണം. കാരണം n എന്ന് പറഞ്ഞ വാല്യൂ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. ഇൻഡെക്സിൻ്റെ കേസിൽ അത് n-1 ആയിരിക്കും ലാസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ നമ്മൾ <n അല്ലെങ്കിൽ <n=n-1 എന്ന് കൊടുക്കാം. ഇനി അടുത്തത് I++. അടുത്ത നമ്മളിനി റിട്രീവ് ചെയ്യണം. അതുകൊണ്ടൊന്ന് scanf %d $arr of I. നമ്മളിവിടെ ഒരു മെസ്സേജ് കൊടുത്തിട്ടില്ല. അപ്പം printf / കൊടുക്കാം. എൻ്റർ എലമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് എലമെൻറ്റ്സ് യൂസർ എൻ്റർ ചെയ്യും. ഇനി നമുക്ക് യൂസർ എൻ്റർ ചെയ്ത വാല്യൂ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ printf /n, അടുത്ത ലൈനിൽ വരാനാണ് /n ഉപയോഗിക്കുന്നത്. എൻ്റേർഡ് എലമെൻറ്റ്സ് ആർ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ഫോർ ലൂപ്പ് ഒന്നും കൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യണം. കോപ്പി അപ്പോൾ നമ്മൾ അതേ ഫോർ ലൂപ്പ് എന്ന് ഉപയോഗിച്ചിട്ട് നമ്മൾ എൻ്റർ ചെയ്ത എലമെൻറ്റ്സ് ഓരോന്നോരോന്നായി ഇൻഡെക്സ് വാല്യൂ ഉപയോഗിച്ചിട്ട് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ printf. അതുപോലെ ഓരോ അറേ കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് വരാൻ വേണ്ടി നമുക്കൊരു ടാബ് സ്പേസ് വരാൻ /t എന്ന് ഉപയോഗിക്കാം. ഇനി printf arr of I. ഇത്രയും ചെയ്ത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് എൻ്റർ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് ചോദിക്കും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു 5 കൊടുത്താൽ എൻ്റർ എലമെൻറ്റ്സ്, ജസ്റ്റ് 5 വാല്യൂസ് എൻ്റർ ചെയ്യുക. അപ്പോൾ എൻ്റേർഡ് എലമെൻറ്റ്സ് ആർ എന്ന് പറഞ്ഞ് വരും. ഓർഡർ ശരിയാക്കാൻ നമ്മളൊരു /n കൊടുത്താൽ മതി. എൻ്റേർഡ് എലമെൻറ്റ്സിൻ്റെ ഓർഡർ ശരിയായി വരാൻ ഇവിടെ ഒരു /n എന്ന് കൊടുത്താൽ മതി. പിന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 കൊടുത്താൽ കറക്റ്റായി പ്രിൻ്റ് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞ ഫസ്റ്റ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ യൂസർ കയ്യിൽ നിന്ന് ഒരു എലമെൻറ്റ് വാങ്ങിയിട്ട് അത് ഇതിനകത്തുണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കണം. അപ്പം നമുക്കതിനൊരു പുതിയ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. പേര് നം എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ യൂസറോട് ഒരു വാല്യൂ ചോദിക്കാം. printf എൻ്റർ value to be searched. ഇനി അതിന് നമുക്ക് scanf ഉപയോഗിച്ച് റിട്രീവ് ചെയ്യാം. scanf %d
ആൻഡ് നം. ഇനി നമുക്ക് ഈ നമ്പർ നമ്മുടെ ഫോർ ലൂപ്പിനകത്ത്, അതായത് അറേനകത്ത് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യണം. നമുക്കൊന്നും കൂടെ ഫോർ ലൂപ്പ് ഉപയോഗിക്കാം. ഇവിടെ ഒറ്റ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ബ്രേസസ് ഉപയോഗിക്കാണ്ടിരുന്നത്. ഇതിനിപ്പോൾ കുറച്ച് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഇഫ് ARR ഓഫ് I, അതായത് നമ്മുടെ ഇൻഡെക്സ് വാല്യൂ, ഓരോ ഇൻഡെക്സ് വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ആ ഇൻഡെക്സ് വാല്യൂവിൽ യൂസർ തന്ന വാല്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പം ഇഫ് ARR ഓഫ് I ഈക്വൽ ടു നം എന്ന് കൊടുക്കാം. അത് ട്രൂ ആണെങ്കിൽ നമുക്ക് printf entered value found at percentage d, I +1. ഇവിടെ നമ്മൾ എൻറ്റേർഡ് വാല്യൂ ഫൗണ്ട് അറ്റ് I +1 എന്നാണ് കൊടുത്തത്. കാരണം I സ്റ്റാർട്ടിങ് നമ്മൾ പറഞ്ഞത് 0-യിലാണ്. അപ്പോൾ ഫസ്റ്റ് എലമെൻ്റ് ആണെങ്കിൽ നമുക്ക് I എന്ന് കൊടുത്താൽ എൻറ്റേർഡ് വാല്യൂ ഇസ് ഫൗണ്ട് അറ്റ് 0 എന്ന് വരും. അതൊരു കറക്റ്റ് ആൻസർ അല്ല. അപ്പോൾ നമ്മൾ I +1 എന്ന് കൊടുത്താൽ കറക്റ്റ് ആ എലമെൻ്റ് എവിടെ ഇല്ലത് എന്ന് കറക്റ്റ് പറയും. ഇനി അടുത്തത് ഇതിൻ്റെ എൽസ് പാർട്ടാണ്. അതായത് നമ്മൾ എൻ്റർ ചെയ്ത എലമെൻറ്റ് അറേയ്ക്കകത്തില്ലെങ്കിൽ നമ്മൾ യൂസറിനോട് പറയണം entered element is not found എന്ന്. printf /n entered value is not found. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്കൊരു 4 എലമെൻറ്റ്സ് ഉള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്യാം. എലമെൻറ്റ്സ് 1 5 നമ്മുടെ അറേ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഇനി എൻ്റർ വാല്യൂ ടു ബി സെർച്ച് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് 3 എന്ന് കൊടുത്താൽ നേരത്തെ നമ്മൾ വാല്യൂ സെർച്ച് ചെയ്തപ്പോൾ ഒരു എറർ ഒക്കർ ആയിട്ടുണ്ടായിരുന്നു. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോർ ലൂപ്പിനകത്ത് തന്നെ എൽ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചതുകൊണ്ട് ഓരോ ഐൻ്റെ ഒക്കറൻസിനും ആ ഇഫ് അല്ലെങ്കിൽ എൽ സ്റ്റേറ്റ്മെൻറ്റ് വർക്കാവും. അതുകൊണ്ടാണ് ആ ഒരു എറർ വന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് എക്സ് എന്ന് പറഞ്ഞ ഒരു വാല്യൂവിന് 0 വാല്യൂ ഇനീഷ്യേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അഥവാ നമ്മൾ ടൈപ്പ് ചെയ്ത വാല്യൂ ഈ അറേക്കകത്തുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയാൽ നമുക്ക് വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എക്സിൻ്റെ വാല്യൂ ഒന്ന് മാറ്റിക്കൊടുക്കുക. അതായത് എക്സിന് 1 എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുക്കുക. 1 എന്നാവണമെന്നല്ല എന്ത് വാല്യൂയും കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാൻ കാരണം നമ്മൾ ഒരേ വാല്യൂ 2 തവണ അറേക്കകത്തുണ്ടെങ്കിൽ 2 പൊസിഷനിൽ പ്രിൻ്റ് ചെയ്ത് വരും. അങ്ങനെ വരാതെ ഫസ്റ്റ് പൊസിഷൻ്റെ വാല്യൂ മാത്രം പ്രിൻ്റ് ചെയ്യാനാണ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്. ഇനി ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ ഇപ്പോഴും നമ്മൾ ഫസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്ത 0 തന്നെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ടൈപ്പ് ചെയ്ത വാല്യൂ അറേക്കകത്തില്ല എന്നാണ്. അപ്പോൾ നമ്മൾ എലമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്ന് പ്രിൻ്റ് ചെയ്യും. ഇനി നമുക്ക് അത്രയും ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു 4 എന്ന് കൊടുത്തിട്ട് സെയിം എലമെൻറ്റ്സ് 2 പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇനി എൻ്റർ വാല്യൂ ടു ബി സെർച്ച് 5 എന്ന് കൊടുത്താൽ എൻ്റേർഡ് വാല്യൂ ഫൗണ്ട് അറ്റ് പൊസിഷൻ 1. പൊസിഷൻ 1-ലാണ് നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളൊരു വാല്യൂ ഇല്ല എന്നാണെങ്കിൽ 3 എന്ന് കൊടുത്ത് ഇനി വാല്യൂ ടു ബി സെർച്ച്ഡിൽ റാൻഡം നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എലമെൻറ്റ് നോട്ട് ഫൗണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഈ സെർച്ചിങ് എന്ന ഓപ്പറേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ഓപ്പറേഷൻ ഒരു പുതിയ വാല്യൂ ഇൻസേർട്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ യൂസറിനോട് ഒരു വാല്യൂ ചോദിക്കും, printf enter എ വാല്യൂ ടു ബി ഇൻസേർട്ടഡ്. എന്നിട്ട് ആ വാല്യൂവിനെ പിയിലേക്കാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പി എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം.
ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസർ കയ്യിൽ നിന്ന് n നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് വാങ്ങുന്നത്. പക്ഷേ നമ്മൾ എറയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ലാസ്റ്റ് എലമെൻറ്റ് സ്റ്റോർ ചെയ്യുന്നത് ARR(n-1)-ലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ n എന്ന് പറഞ്ഞ എലമെൻറ്റ് എറേ ഇൻഡെക്സ് ആക്കി കൊടുത്താൽ നമുക്ക് ലാസ്റ്റ് കഴിഞ്ഞിട്ടൊരു നമ്പർ എക്സ്ട്രാ ആഡ് ആവും. അതായത് ഒരു എക്സ്ട്രാ നമ്പർ നമുക്ക് എറയിൽ ആഡ് ചെയ്യാം. ആ പൊസിഷനിലാണ് നമ്മൾ p എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തത്. ഇവിടെ ARR(n)=p. അതായത് സാധാരണ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ n-ൽ 5 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്താൽ ARR(4)-ലായിരിക്കും 5th എലമെൻറ്റ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ARR(5)-ൽ ബേസിക്കലി 6th എലമെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ARR(5)-ൽ p എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്യും. ഇനി നമുക്ക് ഈ പുതിയ വാല്യൂ അടങ്ങുന്ന അറേ ഒന്ന് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഫോർ ലൂപ്പാണ് ഉപയോഗിക്കേണ്ടത്. for i = 0. ഇവിടെ കണ്ടീഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്. i <= എന്ന് വരും, കാരണം നമ്മൾ n എന്ന് പറഞ്ഞ വാല്യൂവും ഉൾപ്പെടുത്തണം. i <= n. അടുത്ത നമ്മൾ ഇൻക്രിമെൻ്റ് ഓപ്പറേഷൻ i++ നമുക്ക് പ്രിൻ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ printf %d printf %d ARR(i). ഫസ്റ്റ് ഒരു യൂസറിനൊരു ഡിസ്പ്ലേ കൊടുക്കാൻ വിട്ടുപോയി. ഇപ്പോൾ printf /n elements of the new array. ഒരു ടാബ് സ്പേസ് ഇൻക്ലൂഡ് ചെയ്യാം. റൺ ചെയ്ത് നോക്കാം. എൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 5. റാൻഡം വാല്യൂസ് കൊടുക്കാം. ഇനി എൻ്റർ വാല്യൂ ടു ബി സെർച്ച്, ലെറ്റ്സ് സേ 34. അപ്പോൾ എൻ്റർഡ് വാല്യൂസ് ഫൗണ്ട് അറ്റ് പൊസിഷൻ നമ്പർ 1. ഇവിടെ 2 പ്രാവശ്യം ഒക്കർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് പൊസിഷൻ മാത്രമേ പ്രിൻ്റ് ചെയ്ത് വരുള്ളൂ, നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട്. ഇനി എൻ്റർ എ വാല്യൂ ടു ബി ഇൻസേർട്ടഡ് 85 എന്ന് കൊടുക്കാം. ഇനി എലമെൻറ്റ്സ് ഓഫ് ദി ന്യൂ എറേ 34, 21, 3, 4, 2, 4, 85. നമ്മൾ എലമെൻറ്റ്സ് ഓഫ് ദി എറേ കഴിഞ്ഞിട്ട് ഒരു /n ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു ന്യൂ ലൈനിൽ പ്രിൻ്റ് ആയി വരും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഓപ്പറേഷൻസ് ഓഫ് എറേയിൽ പറയാനുള്ളത്. ഇനി അടുത്തത് അപ്ഡേഷനൊക്കെയാണ്. അപ്ഡേഷനൊക്കെ സെയിം പ്രിൻസിപ്പിളാണ്. നമ്മൾ ഫോർ ലൂപ്പിനകത്ത് വേറെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ചാൽ മതി. ഇതാണ് ഒരു ബേസിക് ഐഡിയ. താങ്ക് യു. ഇനി അടുത്തത് നമുക്ക് ഫങ്ഷൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫങ്ഷൻസ് ഇൻ സി. ഫങ്ഷൻ ഇസ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ടുഗദർ പെർഫോം എ ടാസ്ക്. ഫങ്ഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക ടാസ്ക്സിനെ പെർഫോം ചെയ്യാനാണ് ഫങ്ഷൻസിന് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പ്രോഗ്രാമിൽ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസിൽ 2 നമ്പേഴ്സിൻ്റെ ഗ്രേറ്റർ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് റൈറ്റ് ചെയ്യുന്നതിന് പകരം ഫസ്റ്റ് തന്നെ അതിനൊരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് ആ ഫങ്ഷൻ ഓരോ തവണ കോൾ ചെയ്താൽ മതി. അങ്ങനെ വെച്ചാൽ അതിൻ്റെ പാരാമീറ്റേഴ്സിൽ നമ്മൾ ഓരോ പ്രാവശ്യം വാല്യൂ ഗ്രേറ്റർ നമ്പർ കണ്ടുപിടിക്കേണ്ട 2 നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. എവറി സി പ്രോഗ്രാം ഹാസ് അറ്റ്ലീസ്റ്റ് 1 ഫങ്ഷൻ വിച്ച് ഈസ് മെയിൻ. നമുക്കറിയാം നമ്മളൊരു പ്രോഗ്രാം എഴുതുന്നത് മെയിൻ ഫങ്ഷനകത്താണ്. അതാണ് ഇവിടെ പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് 1 ഫങ്ഷൻ മെയിൻ എന്ന് പറഞ്ഞ ഫങ്ഷൻ ഉണ്ടാവും. ഇനി ഡിഫൈനിങ് എ ഫങ്ഷൻ. ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ അതിന് റിട്ടേൺ ടൈപ്പ്, അതായത് ഫങ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് സ്പെസിഫൈ ചെയ്യും. പിന്നെ ഫങ്ഷൻ്റെ പേര്, പിന്നെ പാരാമീറ്റർ ലിസ്റ്റ്. ഫങ്ഷന് വർക്ക് ആവാൻ എന്തൊക്കെ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ വേണം. ഇപ്പോൾ ഒരു ഗ്രേറ്റർ ഓഫ് 2 നമ്പേഴ്സ് ആണെങ്കിൽ x × y എന്ന് കൊടുക്കാം. അതുപോലെ പാരാമീറ്റേഴ്സ് സ്പെസിഫൈ ചെയ്യണം. പിന്നെ വരുന്നത് ബോഡി ഓഫ് ദി ഫങ്ഷൻ, സ്റ്റേറ്റ്മെൻറ്റ്സ് ടു പെർഫോം ദാറ്റ് ടാസ്ക്. എ ഫങ്ഷൻ ഡിക്ലറേഷൻ ടെൽസ് ദി കമ്പൈലർ അബൌട്ട് എ ഫങ്ഷൻസ് നെയിം, റിട്ടേൺ ടൈപ്പ് ആൻഡ് പാരാമീറ്റേഴ്സ്. കമ്പൈലറിനോട് ഫങ്ഷൻ ഡെഫിനിഷൻ, ഈ ഫങ്ഷൻ്റെ പേര്, അതുപോലെ റിട്ടേൺ ടൈപ്പും പാരാമീറ്റേഴ്സും ഒക്കെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. ഇനി നമ്മളിവിടെ ചെയ്ത് നോക്കാൻ പോകുന്ന പ്രോഗ്രാം റിക്കേഴ്സീവ് ഫങ്ഷനാണ്. റിക്കേഴ്സീവ് ഫങ്ഷൻ. റിക്കേർഷൻ ഇസ് ദി പ്രോസസ് ഓഫ് റിപ്പീറ്റിംഗ് ഐറ്റംസ് ഇൻ എ സെൽഫ് സിമിലർ വേ. റിക്കേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കോൾ ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു ഫങ്ഷൻ്റെ കേസിലാണെങ്കിൽ ആ ഫങ്ഷൻ തന്നെ ആ ഫങ്ഷനെ കോൾ ചെയ്യുക.
റിക്കേഴ്സീവ് ഫങ്ഷൻസ് ആർ ദി ഫങ്ഷൻസ് വെർ ദി ഫങ്ഷൻ കോൾസ് ഇറ്റ് സെൽഫ്. ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുന്നതിനാണ് റിക്കേർഷൻ എന്ന് പറയുക. പക്ഷെ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഇത് ഇൻഫിനിറ്റ് ലൂപ്പായി പോകരുത്. നമ്മളൊരു എക്സിറ്റ് കണ്ടീഷൻ വെക്കണം, ഇല്ലെങ്കിൽ ഇതൊരു ഇൻഫിനിറ്റ് ലൂപ്പായി മാറും. ഇനി എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വോയിഡ് റിക്കേർഷൻ, ഒരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, റിക്കേർഷൻ എന്ന പേര്. ഇനി അതിനകത്ത് നമ്മൾ റിക്കേർഷനെ വീണ്ടും കോൾ ചെയ്യുകയാണ്. ഇനി നമ്മൾ മെയിനിൽ റിക്കേർഷൻ എന്ന ഫംഗ്ഷൻ കോൾ ചെയ്തു. അപ്പോൾ ഇതൊരു ഇൻഫിനിറ്റ് ലൂപ്പാണ്, ഇൻഫിനിറ്റ് ലൂപ്പിൻ്റെ എക്സാമ്പിളാണ്. ഇവിടെ റിക്കേർഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇൻഫിനിറ്റ് ആയിട്ട് ഒക്കർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് ഈ റിക്കേഴ്സീവ് ഫംഗ്ഷനെ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു എക്സാമ്പിളാണ് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. അപ്പോൾ ഈ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്കൊരു പ്രോഗ്രാം അടുത്തതായി ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് റിക്കേഴ്സീവ് ഫംഗ്ഷൻ്റെ എക്സാമ്പിളായ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ 2 മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ 2 മെത്തേഡ്സും കവർ ചെയ്യുന്നതായിരിക്കും. ഇത് ഫസ്റ്റ് മെത്തേഡാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫാക്ടോറിയലിൻ്റെ റിട്ടേൺ ടൈപ്പ് സ്പെസിഫൈ ചെയ്യണം. ഇവിടെ ഇൻറ്റ് ആണ്. അപ്പോൾ ഇൻറ്റ് ഫാക്ട് ഓഫ്, അപ്പോൾ നമ്മൾ ഇൻറ്റ് എന്ന് പറഞ്ഞ റിട്ടേൺ ടൈപ്പും ഫംഗ്ഷൻ്റെ നെയിമും ഫാക്റ്റും സ്പെസിഫൈ ചെയ്തു. ഇനി പാരാമീറ്റേഴ്സ്, ഈ ഫംഗ്ഷന് വർക്ക് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഇവിടെ നമുക്ക് ആ നമ്പർ മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ നമ്മളൊരു ജസ്റ്റ് ഇൻറ്റ് എക്സ് എന്ന് കൊടുക്കുകയാണ്. ഇനി ഇവിടെ ഒരു സെമിക്കോളൻ നിർബന്ധമായി ഇടണം, അത് മറന്നു പോകരുത്. ഇനി അടുത്തത് നമ്മൾ യൂസറെ കയ്യിൽ നിന്ന് ഒരു നമ്പർ വാങ്ങണം അതിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇൻറ്റ് n എന്നൊരു നമ്പർ വാങ്ങാം. ഇനി അടുത്തത് printf enter a number scanf നമ്മൾ യൂസറുടെ കയ്യിൽ നിന്ന് നമ്പർ എന്നിലേക്ക് വാങ്ങി. ഇനി അടുത്തത് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നമുക്കറിയാം ഫാക്ടോറിയൽ ഓഫ് 0 1 എന്നാണ്, അതൊരു ഡെഫിനിഷനാണ്. അതുപോലെ തന്നെ ഫാക്ടോറിയൽ ഓഫ് നെഗറ്റീവ് നമ്പേഴ്സ് ഇമാജിനറി പാർട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ യൂസർ തന്ന വാല്യൂ ഏതാണെന്ന് സോർട്ട് ചെയ്യണം ആദ്യം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂസർ എൻ്റർ ചെയ്തത് 0 ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇഫ് n equal to 0, n 0 ആണെങ്കിൽ നമുക്ക് അപ്പം നിന്ന് പ്രിൻ്റ് ചെയ്യാം. n 0 ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഫാക്ടോറിയൽ 1 ആണ്. therefore printf /n factorial of 0 is 1 എന്ന് പ്രിൻ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പ്രോഗ്രാമിന് എക്സിറ്റ് ചെയ്യാം. ഇനി പ്രോഗ്രാം റൺ ആവേണ്ട കാര്യമില്ല, കാരണം അവിടെ 0 ആയതുകൊണ്ട് തന്നെ അവിടെ അവസാനിച്ചു. നമുക്കിവിടെ എക്സിറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കാം. നമ്മൾ പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ആവും. ഇനി അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് യൂസർ എൻ്റർ ചെയ്ത ഒരു നെഗറ്റീവ് നമ്പർ ആണോ എന്നാണ്. അങ്ങനെയാണ് നമുക്ക് പ്രോഗ്രാം മുമ്പോട്ട് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇഫ് n ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് പറയാം യൂസറോട് printf factorial of negative numbers are not possible ഇങ്ങനെ ഫാക്ടോറിയൽ ഓഫ് നെഗറ്റീവ് നമ്പേഴ്സ് ആർ നോട്ട് പോസിബിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. എക്സിറ്റ് 0 ഉപയോഗിച്ച് നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇനി അടുത്തത് ഒരു ലീഗൽ
വാല്യൂ ആണ് എന്നിന് ലഭിച്ചത്. അതായത് 1 മുതൽ പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് റേഞ്ച് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് എന്നിനെങ്കിൽ നമുക്ക് ഫാക്ടോറിയലിൻ്റെ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഫംഗ്ഷൻ്റെ ഫാക്ടോറിയൽ നമ്പറിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പ്രിൻ്റ് എഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് കൊണ്ടെന്ന് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഫംഗ്ഷനകത്ത് സ്പെസിഫൈ ചെയ്താൽ മതി. /n ഫാക്ടോറിയൽ ഓഫ് %d is ഇവിടെ 2% കൊടുക്കാൻ കാരണം നമ്മൾ n-ഉം അതുപോലെ തന്നെ ഫാക്ടോറിയലിൻ്റെ വാല്യൂ സ്പെസിഫൈ ചെയ്യണം. ഇനി കോമ ഫസ്റ്റ് ഫാക്ടോറിയൽ ഓഫ് n എന്നാണ്. അപ്പോൾ ഫാക്ടോറിയൽ ഓഫ് n-ൻ്റെ വാല്യൂ ആണ് അവിടെ വരിക. ഈസ് fact of n അപ്പോൾ നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ ഇത്രേ നമുക്ക് പറയാനുള്ളൂ. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഇൻറ്റ് ഫാക്ട് ഓഫ് ഇൻറ്റ് എക്സ് ഇനി നമുക്ക് ഫാക്ടോറിയൽ കണ്ടുപിടിക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാം. അപ്പോൾ ഫസ്റ്റ് നമ്മളോട് ഒരു ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാവും. ഇഫ് എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ റിട്ടേൺ 1. എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് റിട്ടേൺ 1 എന്ന് പറയാം. ഇനി അല്ലെങ്കിൽ അതായത് എക്സിന് 1 അല്ലാത്ത ഒരു വാല്യൂ ആണെങ്കിൽ എൽസ് റിട്ടേൺ എക്സ് ഇൻറ്റു ഫാക്ട് ഓഫ് എക്സ് മൈനസ് 1. ഇവിടെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് എക്സ് എന്ന ഒരു വാല്യൂ ലഭിക്കും. ഇവിടെ നമ്മൾ എക്സിനകത്തുള്ള വാല്യൂ എന്നിൻ്റെ സെയിം വാല്യൂ ആയിരിക്കും. ഇതൊരു ഫംഗ്ഷൻ പാരാമീറ്ററാണ്. അപ്പോൾ ഫംഗ്ഷൻ പാരാമീറ്ററായ എക്സിന് നമ്മളൊരു ഫസ്റ്റ് ഒരു വാല്യൂ കിട്ടും. ലെറ്റ്സ് ഒരു 5 എന്ന് പറഞ്ഞ വാല്യൂ ആണ് കൊടുത്തത്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇഫ് എക്സ് ഈക്വൽ ടു 1 5 ഈക്വൽ ടു 1 ആണോ ചെക്ക് ചെയ്യും. ട്രൂ അല്ല. അപ്പോൾ എൽസ് പാർട്ടിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽസ് പാർട്ടിൽ റിട്ടേൺ എക്സ് ഇൻറ്റു ഫാക്ട് ഓഫ് എക്സ് മൈനസ് 1. അതായത് ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ നമുക്കറിയാം. ഇപ്പോൾ ഫാക്ടോറിയൽ ഓഫ് 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ റിട്ടേൺ എക്സ് ഇൻറ്റു ഫാക്ട് ഓഫ് എക്സ് മൈനസ് 1, അതായത് 5 ഇൻറ്റു ഫാക്ട് ഓഫ് 4. ഇത് നമ്മളിവിടെ റിക്കേഴ്സീവ് ഫംഗ്ഷനാണ്. അതായത് ഇനി ഈ ഫാക്ട് ഓഫ് 4 പിന്നെയും റിക്കേഴ്സിൽ വർക്കാവും. അപ്പം 5 ഇൻറ്റു 4 ഇൻറ്റു 3 എന്ന് വരും. ഇത് 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് വരെ എത്തും. അതായത് അവസാനം നമ്മുടെ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 1 എന്നൊരു സ്ഥിതി എത്തും. അതായത് 2 മൈനസ് 1 ഫാക്ട് ഓഫ് 1ൽ എക്സിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ എക്സ് 1 ആണെങ്കിൽ റിട്ടേൺ 1 എന്നാണ് കൊടുത്തത്. അപ്പോൾ അവസാനം 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് ലഭിക്കും. അങ്ങനെയാണ് നമ്മൾ ഫാക്ടോറിയൽ വർക്കാവുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ എ നമ്പർ. ലെറ്റ്സ് 5 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫാക്ടോറിയൽ ഓഫ് 5 ഈസ് 120. അതായത് ഫസ്റ്റ് 5 ഇൻറ്റു 4 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 അങ്ങനെയാണ് വരുന്നത്. അപ്പം 1 ഇൻറ്റു 2 2 ഇൻറ്റു 3 6 ഇൻറ്റു 4 24 ഇൻറ്റു 5 120. അങ്ങനെ നമുക്ക് ഫാക്ടോറിയൽ കണ്ടുപിടിക്കാം.
ഇനി നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാനുള്ള ഒരു രണ്ടാമത്തെ മെത്തേഡാണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഇത് ഏതാണോ ഒരു പ്രോഗ്രാമറിന് ഏറ്റവും എളുപ്പമായി തോന്നുന്നത് അത് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ഫാക്ടോറിയലിൻ്റെ ഇനീഷ്യേഷൻ്റെ കൂടെ തന്നെ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സും പ്രൊവൈഡ് ചെയ്യണം. അതായത് ബോഡി ഓഫ് ദി ഫംഗ്ഷൻ മുകളിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇൻറ്റ് ഫാക്ട് ഓഫ് ഇൻറ്റ് ഓഫ് എക്സ്, അതായത് പാരാമീറ്റർ സ്പെസിഫൈ ചെയ്തു, റിട്ടേൺ ടൈപ്പ് നെയിം സ്പെസിഫൈ ചെയ്തിട്ട് അവിടെ തന്നെ നമ്മൾ ഫാക്ടോറിയൽ ഓഫ് നമ്പറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിൽ ഒരു വ്യത്യാസവും വരുത്തുന്നില്ല. പ്രോഗ്രാമിൽ ഫാക്ട് ഓഫ് n കോൾ ചെയ്യുമ്പം ഇവിടെ ഫാക്ട് ഓഫ് ഇൻറ്റ് ഓഫ് എക്സിൽ എന്നിൻ്റെ വാല്യൂ കയറും. എന്നിട്ട് ഫാക്ടോറിയൽ ഓഫ് നമ്പർ നമുക്ക് റിട്ടേൺ ചെയ്യും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ 6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫാക്ടോറിയൽ ഓഫ് 6 ലഭിക്കും. നേരത്തെ ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു തെറ്റുണ്ടായിരുന്നു. ഫാക്ടോറിയൽ ഓഫ് നമ്പർ ഇപ്പോൾ 5 എന്ന് വെച്ചാൽ 1 × 2 × 3 × 4 × 5 ആണ്. 5 × 4 × 3 × 1 അല്ല. സോറി, മൈ മിസ്റ്റേക്കാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ എൻ്റെ സെമിനാറിൽ പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു ഓൾ.